ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പാലക്കാട് ബസ്സിൽ പോയപ്പോൾ എന്തൊക്കെ കണ്ട് കാണിച്ചു തരാം. ഞങ്ങളിവിടെ പോയിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത്. നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ വർക്കിംഗ് മോഡൽ പ്രൊജക്ട്സ് അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ തുമ്പിനെയാണ് കാണുന്നത്. അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. പിന്നെ ഈ തേളിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിരുന്നു. നമ്മുടെ കൈയൊക്കെ തരിക്കാൻ തുടങ്ങും. പിന്നെ ഈ ലേഡി ബേർഡൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേനീച്ച ഹണികോമിൽ ഇരിക്കുന്നതൊക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പൂമ്പാറ്റുണ്ട്. പൂമ്പാറ്റനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര രസത്തിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കാണുന്ന ഒരു ജീവിയുണ്ട്, മറ്റേ പുൽച്ചാടിയൊക്കെ പോലത്തെ ഒരു ജീവിയാണ്. ആ ജീവിയുടെ പേര് എനിക്കറിയില്ല ഗൈസ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാണ്ടല്ലോ ഒരു വേറെ തന്നെ ഒരു ലോകമാണ്. നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു പാട്ടൊക്കെ നിങ്ങൾ കേൾക്കണ പോലെയാണെങ്കിലും നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ആ പാട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാൻസ് കളിക്കാനൊരു ഫീൽ തോന്നും. അവിടെ ഒരു നല്ലൊരു വൈബായിരുന്നു. അവിടെ കാണാനാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡാൻസൊക്കെ കളിക്കാനൊക്കെ എനർജി തോന്നണ രീതിയിലായിരുന്നു. പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അവിടെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അവിടെ കയറി നിൽക്കാൻ പറ്റും. പക്ഷേ അതിൽ നല്ല തണുത്ത വെള്ളം വരുന്നത് കാരണം കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ അവിടെ കാലൊക്കെ തിരിച്ചു തുടങ്ങും, കാലൊക്കെ വേദനിക്കാനും തുടങ്ങും. പക്ഷെ എന്നാലും ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു, കാരണം അത്ര ജോയ്ഫുള്ളായിരുന്നു അവിടെ. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഷെയ്മാനെയും ബാക്കി ഉണ്ണിയോളിൽ അവിടെ നിന്ന് വിളിച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു. അവർക്ക് അവിടെ നിന്ന് കളിച്ചത് തീരെ മതിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സ്ലോ മോഷനൊക്കെ എടുത്തു നോക്കി, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതേ രീതിയിലൊരു മോഡൽ നമ്മുടെ ദുബായ് എക്സ്പോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല അടിപൊളിയായിരുന്നു അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ. നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ കിട്ടി നമുക്ക്. പിന്നെ ഞങ്ങൾ അവിടെ അതിൻ്റെ അപ്പുറത്ത് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജിൽ ഷെയ്മയും ബാക്കി ഉണ്ണികളും കുറേ നേരം കളിച്ചു. അവരവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളെക്കാട്ടിയും കൂടുതൽ അവരാണ് അവിടെ എൻജോയ് ചെയ്തത്. പിന്നെ ഇവിടെ നയാഗ്ര വാട്ടർഫോൾസിൻ്റെ ഒരു മിനി വേർഷനായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. നമ്മൾ ശരിക്കും ഒരു ഒറിജിനൽ വാട്ടർഫോളിൻ്റെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ മേത്തേക്ക് വെള്ളം തട്ടുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. അവിടെ മൊത്തത്തിലൊരു കോൾഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും അടിപൊളിയായിരുന്നു പാലക്കാട് ഫെസ്റ്റ്. അപ്പോൾ ഇത്രയുള്ള ഗായ്സ്, ബൈ.